back to Chinnus Taste Buds. ഇന്ന് ഞാൻ Leches കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു പേര് പാൽ കേക്ക് എന്നാണ്. ഇതിപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ ഇത് പാൽ കേക്ക് എന്ന് പറയുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് റെസിപ്പിയാണിത്. നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ബെല്ലൈക്കണിൽ ഓൾ എന്നുകൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു ബൗളിലേക്ക് ആദ്യമേ തന്നെ 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ കേക്ക് റെസിപ്പി ചെയ്യുമ്പോൾ നമ്മൾ ബൗൾസൊക്കെ എടുക്കുന്നത് നല്ല ഡ്രൈ ആയിട്ടുള്ള ബൗൾ വേണം എടുക്കാൻ. ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അതിലേക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കിലോ കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. 1/2 കിലോ Leches കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇനി ഇതിലേക്ക് ഈ ഒരു പാകത്തിന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പൊടിച്ച് വെച്ചത് കുറേശ്ശെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ബീറ്റ് ചെയ്യുന്നത് പോലെ ഇരിക്കും നമ്മുടെ കേക്കിൻ്റെ സോഫ്റ്റ്നെസ്സും. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ലാസ്റ്റ് നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല സോഫ്റ്റും സ്മൂത്തും ആയി കിട്ടും നമ്മുടെ കേക്ക്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. മുട്ടയും പഞ്ചസാരയും കൂടെ നല്ല ക്രീമി ടെക്സ്ചർ ആവുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പാകത്തിന് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. അപ്പോൾ ഓയിൽ ചേർത്തിട്ട് പിന്നീട് ബീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് നേരം ബീറ്റ് ചെയ്യാൻ പാടില്ല. 1 മിനിറ്റ് വരെ ഒന്ന് ലോ സ്പീഡിലിട്ട് 1 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഓയിൽ ചേർത്ത് നമ്മൾ ഒരുപാട് ഓവർ ബീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ കേക്ക് കറക്റ്റ് ആ ഒരു ടെക്സ്ചറിൽ കിട്ടാത്തത്. അപ്പോൾ അത് കാരണം അധികം ഒരുപാട് നേരം ബീറ്റ് ചെയ്യേണ്ട, 1 മിനിറ്റ് ഒന്ന് ലോ സ്പീഡിലിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത്രയും മതിയാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു അരിപ്പ അതിന് മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി, ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടി. എന്നിട്ട് ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. ഇത് നിങ്ങൾ വേറൊരു ബൗളിലേക്ക് അരിച്ചിട്ട് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് ഇങ്ങനെ തന്നെയാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ 1 കിലോ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോഴാണെങ്കിൽ വേറൊരു ബൗളിൽ അരിച്ചിട്ടതിന് ശേഷം കുറേശ്ശെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ചെറിയ കേക്ക് ആയതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ഇതിലേക്ക് അരിച്ചിടുന്നത്. ഇനി ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പാച്ചുല കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഓവർ ബീറ്റ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇതിലേക്ക് ചെറിയ ചൂട് പാൽ, ഒരു 1/4 കപ്പ് പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വേണം ഇതിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ പാൽ ഒഴിക്കുമ്പോഴും ചെറിയ ചൂട് മതി, ഒരുപാട് ചൂടായി പോവരുത്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പാൽ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന പാലാണെങ്കിൽ ഒന്ന് അടുപ്പിൽ വെച്ചൊന്ന് ചെറിയ ചൂടാക്കി എടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇത് ഒരുപാട് ഓവർ മിക്സ് ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കുക. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ നമ്മുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി ഞാനിവിടെ കുക്കറിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുക്കറിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ അതിലിട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബട്ടർ പേപ്പർ വീട്ടിലില്ലാത്തവർ എങ്ങനെയാണ് ബട്ടർ പേപ്പർ ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അതോടെ കാണുക. പിന്നെ ബാറ്റർ ഫുള്ളായിട്ട് നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിൽ വെക്കുമ്പോഴാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുകയും ചെയ്യും. അപ്പോൾ കുക്കർ നമ്മൾ അടുപ്പിൽ വെക്കുന്നതിന് മുമ്പേ തന്നെ ഒരു നോൺ സ്റ്റിക്ക് പാൻ ഒന്ന് അടുപ്പിൽ വെച്ച് നന്നായിട്ട് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് വേണം അതിന് മുകളിലേക്ക് കുക്കർ വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഹൈ സ്പീഡിൽ വെച്ച് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം കുക്കർ വെച്ചിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കേക്ക് നല്ല കറക്റ്റ് പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി ഒരു ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കാം. നല്ല ക്ലീൻ ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് കേക്ക് തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ നോൺ സ്റ്റിക്ക് പാനിൽ നിന്നൊന്ന് മാറ്റി ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം.
ഇതിൽ ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. ആ സമയത്തിനുള്ളിൽ നമുക്കിതിന് വേണ്ട മിൽക്ക് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1/2 കപ്പ് ഇവാപ്പറേറ്റഡ് മിൽക്ക്. അപ്പോൾ ഇവാപ്പറേറ്റഡ് മിൽക്കിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവർ അതോടെ കാണുക. പിന്നെ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്. അപ്പോൾ ഈ 3 മിൽക്കും കൂടെ ചേർത്ത് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഈ കേക്കിന് ട്രസ് ലെച്ചസ് കേക്ക് എന്ന് പേര് വന്നിട്ടുള്ളത്. അപ്പോൾ 3 മിൽക്ക് കേക്ക് എന്നും പേരുണ്ട് ഇതിന്. അപ്പോൾ ഇത് 3ഉം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടൻസ്ഡ് മിൽക്കും ഫ്രഷ് ക്രീമും ഇവാപ്പറേറ്റഡ് മിൽക്കും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. കണ്ടൻസ്ഡ് മിൽക്ക് ചിലപ്പോൾ അടിയിൽ ഇങ്ങനെ കട്ടയായിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഒരു വിസ്ക് ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ കേക്കിൽ ഒഴിക്കാനുള്ള പാലും തയ്യാറായിട്ടുണ്ട്. ഈ കേക്ക് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം അതൊരു ട്രേയിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല സോഫ്റ്റ് കേക്ക് തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഒന്ന് മാറ്റിയതിന് ശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. പിന്നെ നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന അത്ര ടൈമൊന്നും ഈ കേക്കിന് വേണ്ട. പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. ഇതിന് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഫോർക്ക് ഉപയോഗിച്ച് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കുക. ഒന്ന് ഫോർക്ക് കൊണ്ടൊന്ന് കുത്തി ഹോൾസാക്കി കൊടുക്കുക. കാര്യം നമ്മൾ ഇതിന് മുകളിലേക്ക് ഈ പാല് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ അത് ശരിക്കും ആ പാല് ഈ കേക്കിൽ വലിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോഴേ ആ പാല് ഈ കേക്കിൽ സോക്കായിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ നമ്മുടെ ട്രസ് ലെച്ചസ് കേക്ക്. അപ്പോൾ അതിനുവേണ്ടി എല്ലാ ഭാഗത്തേക്കും ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുക. ഇനി അതിന് മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പാല് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ പാലിൻ്റെ മിക്സ് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആവുന്ന വിധത്തിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ശരിക്കും ഈ പാല് ഇങ്ങനെ ഇതിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്നുകൂടെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ തണുപ്പിച്ചിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. കഴിവതും ഒരു ദിവസമല്ല ഒരു നൈറ്റെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം എടുക്കുകയാണെങ്കിൽ കറക്റ്റ് ആ ഒരു ടെക്സ്ചറിൽ കിട്ടും. ശരിക്കും ആ പാല് ആ കേക്കിലിരുന്ന് സോക്കായി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ആയിരിക്കുള്ളൂ ഇത്. അപ്പോൾ സൈഡ്സിലൊക്കെ ഒന്ന് പാല് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്ന ട്രേ കുറച്ച് വലുതായിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് ശരിക്കും ട്രസ് ലെച്ചസ് കേക്കിന് കുറച്ചുകൂടി ചെറിയ ട്രേ മതിയാവുന്നതാണ്. അപ്പോൾ ഈ സൈഡ് വശങ്ങളൊക്കെ കറക്റ്റ് ആ പാലിൽ സോക്കായിട്ട് ഇരിക്കുകയുള്ളൂ. പിന്നെ ഇതിൽ നിന്ന് കുറച്ച് പാല് ഞാൻ മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് പാല് നമുക്ക് ലാസ്റ്റ് ആവശ്യം വരും. പിന്നെ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുക. കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും ഇത് ഫ്രിഡ്ജിൽ വെക്കുക. ഇപ്പോൾ 2 മണിക്കൂറിന് ശേഷം ഒരു ബൗളിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടെ ഞാൻ ഈ ട്രസ് ലെച്ചസ് കേക്കിന് ചേർക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അത് ഞാൻ ഇതുവരെ എന്താണെന്ന് പറഞ്ഞിട്ടില്ല. ഇനിയാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഈ വിപ്പിംഗ് ക്രീം ആദ്യമേ ഒന്ന് ഹൈ സ്പീഡിലിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു 2-3 തുള്ളി വാനില എസൻസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര പൊടിച്ച് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുള്ളൂ. ഞാൻ ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആവശ്യത്തിനുള്ള മധുരം ഉണ്ടാവും. എന്നാലും കുറച്ചൊരു മധുരത്തിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്നുകൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ എങ്ങനെയാണ് വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. ആ വീഡിയോയും കൂടെ ഒന്ന് കാണുക. അപ്പോൾ വിപ്പിംഗ് ക്രീം സ്റ്റിഫ് ആവുന്നില്ല എന്നുള്ള മിക്കവരെയും കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനിയാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത്. ഞാനിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ ക്രീം ചീസാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ക്രീം ചീസ് 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ നമ്മുടെ ട്രസ് ലെച്ചസ് കേക്കിന്. അപ്പോൾ അത് ഇങ്ങനെ കട്ടിയായിട്ടാണ് നിങ്ങളുടെ ക്രീം ചീസ് ഇരിക്കുന്നതെങ്കിൽ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്നൊരു സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് തന്നെ ഒന്ന് സെറ്റായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ ഒന്നെടുത്ത് പുറത്ത് വെക്കേണ്ടിയിരുന്നു. ഞാൻ അത് മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് ഒരു ബൗളിലേക്ക് ഇട്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണം നമുക്ക് ഈ വിപ്പിംഗ് ക്രീമിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ കട്ടയായ ക്രീം ചീസ് വിപ്പിംഗ് ക്രീമിലേക്ക് ആഡ് ചെയ്യരുത്. ഇതേപോലെ ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം വിപ്പിംഗ് ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതും കൂടെ ചേർക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കുള്ളൂ നമ്മുടെ ട്രസ് ലെച്ചസ് കേക്കിന്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക.
അപ്പോൾ ക്രീം ചീസും കൂടെ ചേർത്ത് ബീറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ഒരു നല്ലൊരു വെറൈറ്റി ടേസ്റ്റും ആയിരിക്കുള്ളൂ നമ്മുടെ കേക്കിന്. അപ്പോൾ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും മിക്സായി കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നമ്മുടെ വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ പൈപ്പിംഗ് ബാഗിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു നോസിൽ ആഡ് വെച്ചാൽ മതി. ഇനി ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇതേപോലെ പൈപ്പിംഗ് ചെയ്തു കൊടുക്കാം. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇനി നോസിലൊന്നും ഇല്ലെങ്കിലും ജസ്റ്റ് പൈപ്പിംഗ് ബാഗിൽ വെറുതെ വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണെങ്കിലും ഡിസൈൻ ചെയ്ത് കൊടുത്താൽ മതി. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ഫുള്ളായിട്ട് ഈ കേക്കിൻ്റെ ഫുള്ളായിട്ട് ഇതേപോലെ വിപ്പിംഗ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് കട്ട് ചെയ്യാൻ നമ്മൾ സാധാരണ കേക്ക് ചെയ്യുന്ന പോലെ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇതിന് മുകളിൽ മാത്രം ഇതേപോലെ വിപ്പിംഗ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിലും വിപ്പിംഗ് ക്രീം വെറുതെ ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. സ്പാച്ചുല കൊണ്ടോ അല്ലെങ്കിൽ പാലറ്റ് നൈഫ് കൊണ്ടോ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും കറക്റ്റായിട്ട് വിപ്പിംഗ് ക്രീം ചെയ്ത് കൊടുക്കുക. അപ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് നമ്മുടെ ട്രസ് ലെച്ചസ് കേക്ക്. അപ്പോൾ വിപ്പിംഗ് ചെയ്തതിന് ശേഷം ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് നട്ട്സ് വിതറി കൊടുക്കാം. അപ്പോൾ പിസ്ത ചേർക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എൻ്റെ കയ്യിൽ പിസ്ത ഇല്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സ് ആണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ചെറീസും കൂടെ ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതും കൂടെ ഞാൻ ഇതിന് മുകളിലേക്ക് വിതറി കൊടുക്കുന്നുണ്ട്. സാധാരണ മിക്കവരും പിസ്തയും റോസ് പെറ്റൽസും ആണ് ചേർക്കുന്നത്. പിന്നെ അത് വാങ്ങിക്കാനായിട്ട് ഷോപ്പിൽ പോകാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഉള്ളതുകൊണ്ട് ഗാർണിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇനി എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിന് 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. പിന്നെ 2 മണിക്കൂറിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് മുമ്പേ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മിൽക്ക് ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇവാപ്പറേറ്റഡും കണ്ടൻസ്ഡും പിന്നെ ഫ്രഷ് ക്രീമും കൂടെ ചേർത്തിട്ടുള്ള മിൽക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ആദ്യമേ തന്നെ നമ്മൾ മിൽക്ക് ഒഴിച്ചിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ സെർവ് ചെയ്യുന്നതിന് മുമ്പേ കുറച്ചുകൂടെ മിൽക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും നല്ല സോഫ്റ്റ് ആൻഡ് ക്രീമി ആയിട്ടുള്ള ട്രസ് ലെച്ചസ് കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thanks for watching my channel.